നമസ്കാരം. നാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം 100 ധ്യാനങ്ങൾ. ധ്യാതാവ് ഗുരു നിത്യചൈതന്യയതി. ധ്യാനം 30. ജഡമറിവിലറിവിന്നു ചിന്തയില്ല, ഓതിടുകയുമില്ല. അറിവെന്നറിഞ്ഞ് സർവം വിടുകിലവൻ. വിശദാന്തരംഗനായി മേലുടലിലമർന്ന് ഉഴലുന്നതില്ല നൂനം. ഒരു ചെറിയ മുട്ടുസൂചിയുടെ മുന ശരീരത്തിൽ എവിടെയെങ്കിലും അല്പമായിട്ടൊന്നു തറച്ചാൽ എന്തൊരു വേദനയാണ്! തലവേദന, പല്ലുവേദന, വയറുവേദന, ചെവിവേദന, കണ്ണുവേദന, തൊണ്ടവേദന, നെഞ്ചുവേദന, അസ്ഥിവേദന എന്നിങ്ങനെ എത്രയെത്ര വേദനകളാണ് ഈ ശരീരത്തിൽ അനുഭവിക്കേണ്ടി വരുന്നത്. ഒരിക്കൽ വന്നാൽ വിട്ടുപോവാത്ത വേദനകളും കുറവല്ല. ഒരു ഡോക്ടറോ ഡെന്റിസ്റ്റോ ശരീരം കുത്തിവെച്ച് മരവിപ്പിച്ചിട്ട് അതിൽ എങ്ങനെയെല്ലാം കീറുകയും മുറിക്കുകയും ചെയ്താലും രോഗി ഒന്നും അറിയുന്നില്ല. അതിൽ നിന്നും ഒരു കാര്യം തെളിയുന്നു: യഥാർത്ഥത്തിലുള്ള വേദന തലയിലോ നടുവിലോ പല്ലിലോ ഒന്നുമല്ല. ആ ജഡവസ്തുക്കളെ ചേതനയുള്ളതാക്കുന്ന ഏതോ ഒന്നാണ് സുഖദുഃഖങ്ങൾ അറിയുന്നത്. അതിനെ തന്നെയാണ് ചിന്ത ചെയ്ത് ചൊല്ലുന്നിടയിലിരുന്ന അറിയുന്ന അറിവായി 28-ാം ശ്ലോകത്തിൽ പറഞ്ഞത്. സ്നേഹിക്കുക, വെറുക്കുക, ആശിക്കുക, നിരാശപ്പെടുക, വാദിക്കുക, ഇതെല്ലാം ഏതറിവ് കൊണ്ടാണോ നാം നടത്തിപ്പോരുന്നത് അതുതന്നെയാണ് നമ്മുടെ ബന്ധമുക്തികൾക്ക് കാരണമായിരിക്കുന്ന അറിവ്. ഇതെല്ലാം മനസ്സിൻ്റെ വ്യാപകങ്ങളായ ലക്ഷണമാണ്. ഇരുളിലിരുന്നറിയുന്നതായ അറിവായി ആത്മാവിനെ പറ്റി പറഞ്ഞത് ഈ മനോവൃത്തികളാണെന്ന് തെറ്റിദ്ധരിക്കരുത്. സുഖദുഃഖ സമ്മിശ്രമായി ബോധം പല ഉപാധികളുടെ രൂപം പ്രാപിച്ച് കൂടെ കൂടെ കലുഷമായിക്കൊണ്ടിരിക്കുന്നു. സുഷുപ്തി, തുരീയം എന്നീ അവസ്ഥകളിൽ അറിയുകയും പറയുകയും ചിന്തിക്കുകയും ഒന്നും ചെയ്യുന്നില്ല. സുഷുപ്തിയിൽ ജീവൻ സ്വസ്വരൂപത്തിൽ മഗ്നനായി ആനന്ദഘനമായിരിക്കുന്നെങ്കിലും മനസ്സ് പൂർണ്ണമായും തമസ്സിന് വിധേയമാവുകയാൽ ജഡനിശ്ചേതനത്വം എല്ലാ തരത്തിലുള്ള അറിവിനെയും നിരോധിക്കുന്നു. തുരീയത്തിലാകട്ടെ 3 ഗുണങ്ങളിൽ നിന്നും ആത്മാവ് വിമുക്തമായി സ്വസ്വരൂപമായ ഉണ്മയും അറിവും ആനന്ദവുമായി വിലാസം ചെയ്യുന്നു. അപ്പോഴുണ്ടാകുന്ന സ്ഥിതി വിശേഷത്തെയാണ് വിശദാന്തരംഗനെന്ന് ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഞാൻ ഈ ശരീരമാണ് എന്ന അഭിമാനം ജനിക്കുന്ന നിമിഷം മുതൽ ഇന്ദ്രിയ സന്നികർഷതയെയും സംവേദനങ്ങളെയും അഹംബുദ്ധി തൻ്റെ സ്വരൂപമായി ഏറ്റെടുക്കുന്നു. അതുകൊണ്ട് ഉടലിലമർന്നുഴലുന്നത് നമ്മുടെ സ്വഭാവമായി തീർന്നിരിക്കുന്നു. അവിടെ നിന്നും താദാത്മ്യബുദ്ധിയെ വിടർത്തി ഞാൻ ആത്മാവാണ്, ആത്മാവ് മാത്രമേയുള്ളൂ എന്ന് നിരന്തരമായ ധ്യാനം കൊണ്ടറിയേണ്ടതാണ്. ജഡം അറിയുന്നില്ലെങ്കിലും ആത്മാവ് നിർവികാരമാണെങ്കിലും ചേതനയുള്ള ശരീരത്തിൽ വൈകാരികമായ പല പ്രക്രിയകളും നടന്നുകൊണ്ടിരിക്കും. അതിൽ നിന്നും മനസ്സിനെ നിവർത്തിപ്പിക്കുവാനാണ് ഉപാസനയും ധ്യാനവും തപസ്സും എല്ലാം അനുഷ്ഠിക്കുന്നത്. വാസനാബദ്ധമായ മനസ്സിനെ ശാരീരികമായ ഉപാധികളിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത് എളുപ്പമല്ലെങ്കിലും മുറിയാതെ നടത്തുന്ന ധ്യാനം കൊണ്ട് അന്തരംഗത്തെ ശാന്തമാക്കി
സ്വസ്വരൂപത്തെ പ്രാപിക്കാൻ കഴിയുന്നതാണ്. ഓം.